എങ്ങോട്ടാ പോണേ? ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാട്ടാ. നീ വരുന്നുണ്ടാ? ഞാൻ വരണ്ട്. ഓക്കേ. അപ്പം ദേ എല്ലാവരും കൂടതേ ഓടി വന്ന് കാറി കയറിയിട്ട് ആർക്കും അറിയില്ല എങ്ങോട്ടാ പോണേന്ന്. ഡോഡുവിന് ഒട്ടും അറിയില്ല. ഡോഡു ഇപ്പം തന്നെ ഇറങ്ങിപ്പോവും. അപ്പം ദേ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നല്ല മഴയാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ദേ കാറിലേക്ക് വെള്ളമൊക്കെ വരുന്നുണ്ട്. മഴയൊക്കെ ആസ്വദിച്ചിരിക്കുക. ഗ്ലാസ് അടയ്ക്കാൻ പറഞ്ഞൊന്നും കേൾക്കില്ലല്ലോ. നമ്മളിതേ ഉദ്ദേശിച്ച സ്ഥലപ്പം എത്തൂട്ടാ. ഇത് സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ ബീഫ് വാങ്ങിക്കാനാണ് വന്നേക്കുന്നത്. ബീഫൊക്കെ ദേ തീർന്നു തുടങ്ങി. സമയം 10 മണിയായി. അപ്പം പിന്നെ ബീഫൊക്കെ ആൾക്കാർ വാങ്ങിച്ചിട്ട് പോയിണ്ടാവുമല്ലോ. ദേ ആ ചേച്ചി ബീഫൊക്കെ ദേ ഇവിടെ കട്ട് ചെയ്ത് സൂപ്പറാക്കി വന്നിട്ടുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് ദേ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അമ്മ ഇത് മേടിക്കാനാണോ എന്നെ അത്രയും ദൂരം കൊണ്ടുപോയേ? നീനോട് പറഞ്ഞാൽ നീ വരില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതേ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടാണ്. എനിക്ക് കട്ട് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും ട്രൈ ചെയ്തപ്പോൾ ശരിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ട്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടിയും നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ചൂടെ നീളത്തിൽ എരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ടത് വറുത്ത് കോരണം കേട്ടോ. നമുക്ക് നന്നായി വറുത്ത് കോരി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ നല്ലൊരു വലിയ ചട്ടി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അതിലോട്ട് ഇത് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ അവിടെ മസാല പുരട്ടി വെച്ച് നമ്മുടെ ബീഫിനെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി വറുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ട നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതൊന്ന് മൊരിയിച്ച് കൊടുക്കുന്നുണ്ട്. അത് ദേ മൊരിയിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ല നാടൻ പച്ചമുളക് അതും ചെറുതാക്കി എരിഞ്ഞ് അതും ഒന്ന് വറുത്ത് കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ചട്ടി വീണ്ടും കഴുകി വൃത്തിയാക്കി നമ്മുടെ എണ്ണ അരിച്ച് വെച്ചായിരുന്നു. ബീഫ് വറുത്ത് വെച്ച എണ്ണ നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് വീണ്ടും ആ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് ഇനി പാചകങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. എണ്ണ ഉപയോഗിച്ച് തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയായിരുന്നല്ലോ. അതിലോട്ട് നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്, എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് കാശ്മീരി പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്. അത് നന്നായി എണ്ണയിൽ കിടന്നും തിളയ്ക്കണം. നല്ലൊരു മൂക്കണ മണം വരെ വരണം കേട്ടോ. നന്നായിട്ട് എണ്ണയിലൊന്ന് പിടിക്കണം. പിന്നെ അതിനോട് കൂടി നമുക്ക് നല്ല നാടൻ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന്. അത് രണ്ടും കൂടെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് തിളച്ച് മൂത്ത് വരണം. നല്ലൊരു സ്മെല്ല് വരുമല്ലോ. ആ പരിവാകുമ്പോൾ നമ്മൾ ഇറക്കുള്ളൂ. അതുവരെ നന്നായിട്ട് തീ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യണം നമ്മുടെ മേമേനിട്ട് നമുക്ക് ഇന്നലെ മാങ്ങച്ചാർ ഉണ്ടാക്കുന്ന മേമ തന്നെയാണ്. അതിലോട്ട് നമ്മൾ ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല മണം വരണം കേട്ടോ. ഉലുവയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ഉലുവയ്ക്ക് നല്ലൊരു പ്രത്യേക മണമാണല്ലോ. അതും കൂടെ ആഡ് ചെയ്ത് നല്ലതേ സെറ്റായിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ച ബീഫിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നന്നായി മസാല സെറ്റാവണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1.5 കിലോ ബീഫാണ് വാങ്ങിച്ചത്. പിന്നെ വറുത്ത് വരുമ്പോൾ എന്തായാലും 1 കിലോൻ്റെ അടുത്ത് 1/2 കിലോ എന്തായാലും കുറയുമല്ലോ. അതേ അതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നമ്മുടെ കായം പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു പോട്ടിൽ വാങ്ങിച്ചിട്ട് ഫുള്ളും ആവശ്യം വന്നിട്ട് അത്രയും നമ്മൾ കായം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടാൽ തന്നെ അച്ചാറിന് നല്ലൊരു സ്മെല്ല് വരുള്ളൂ. അച്ചാർ സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ അത്. പിന്നെ നമുക്ക് നമ്മുടെ വിനാഗിരി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ദേ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ മസ്റ്റായിട്ട് സാധനങ്ങൾ. അത് നന്നായിട്ട് ഇളക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചപ്പോൾ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഒത്തിരി കൂടെ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്താ ലാസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് എന്താ പോരുക എന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്ത് അപ്പോൾ കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഞങ്ങൾ ഇട്ട് കൊടുത്തത് നമ്മുടെ ഉലുവ വറുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ട് ഉലുവയും ഇട്ട് കൊടുത്തു. ആ എണ്ണയും കൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതും കൂടെ ഒഴിച്ച് സെറ്റാക്കി നമ്മൾ കൊടുത്തപ്പോഴാണ് നമ്മുടെ അച്ചാറൊന്ന് സെറ്റായത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇപ്പം നല്ല പിള്ളേർ പറയണത് നമുക്ക് ചോറുണ്ടാലോ എന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോഴും നല്ല സ്മെല്ലടിച്ചപ്പോഴും കേട്ടോ. അപ്പോൾ മേമ എന്തായാലും നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ എല്ലാവരും അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളും എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞോളെ ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ.